we have our esteemed guest here, Ayman Shihade, and Dr. Archan Mitra, but I would like to speak here in English. We will say a few words in Malayalam, especially I want to talk to our parents. ഇന്ന് ഈ ദിവസം നമ്മുടെ കുട്ടികളുടെ ദിവസമാണ്. അതുപോലെ തന്നെ അവരുടെ പാരൻസിൻ്റെയും അതുപോലെ ആ വീട്ടിൽ അവരെ സംരക്ഷിച്ച് വളർത്തി അവരിന്ന് ഗ്രാജുവേറ്റ് ആവുകയാണ്. അവരവരുടെ ജീവിതത്തിലെ ആദ്യ പടി, വളരെ ഉയർച്ചയിലേക്കുള്ള ആദ്യ കോഴ്സിൻ്റെ, ഏറ്റവും പ്രധാനപ്പെട്ട കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് സ്വീകരിക്കുന്ന ദിവസമാണ്. ഇതുപോലുള്ള സർട്ടിഫിക്കറ്റ് സ്വീകരിച്ച ആളുകളാണ് ഞങ്ങളൊക്കെ. പക്ഷേ എനിക്ക് ഏറ്റവും അഭിമാനകരമായി തോന്നുന്നത്, അത്ഭുതകരമായി തോന്നുന്നത്, കേരളത്തിലൊരു ആദ്യ കോളേജായിരിക്കും യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടനിൽ നിന്ന് അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹിസ്റ്ററിയുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഹാൻഡ് ഓവർ ചെയ്യുന്നത് കേരളത്തിലെ ആദ്യത്തെ കോളേജായിരിക്കും CPA കോളേജ്. അതിന് ഏറ്റവും പ്രധാനം അതിൻ്റെ ചെയർമാൻ, ഒപ്പം ഒരു വൈസ് ചാൻസലർ മേലെ നിൽക്കുന്ന പ്രിൻസിപ്പൾ. ഞാൻ ഇന്നാളും വന്നപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും പ്രഗത്ഭനായ ഒരു പ്രിൻസിപ്പളെ, അദ്ദേഹം ഈ കോളേജിൻ്റെ പ്രിൻസിപ്പാളിൽ നിൽക്കുന്ന ആളല്ല, അദ്ദേഹം അതിലേറെ ഉയരത്തിലുള്ള, ഇപ്പോൾ പറഞ്ഞില്ലേ സിൻഡിക്കേറ്റ് മെമ്പറൊക്കെ വിളിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആരെയും ഇന്ത്യയിൽ ആരെയും ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര സെക്രട്ടറിയെ ഇവിടെ നിന്ന് വിളിക്കാൻ പറ്റുന്ന നമുക്ക് അങ്ങനെ ഒരു പ്രിൻസിപ്പാൾ നിങ്ങൾക്ക്, അതാണ് നിങ്ങളുടെയൊക്കെ കരുത്ത്. അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. നിങ്ങൾക്ക് എവിടെയും നിങ്ങളുടെ ജോലിയിലും നിങ്ങളെ മറ്റു ഉയർച്ചയിലൊക്കെ നിങ്ങളെ പ്രിൻസിപ്പാളിനെ നിങ്ങൾ നന്നായി ഉപയോഗപ്പെടുത്തണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഭാവിയിലെ ജോലിയിൽ 1000-ലധികം ആളുകൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഉടമയാണ് നിങ്ങളുടെ ചെയർമാൻ. നിങ്ങൾക്ക് ഏത് ജോലിയാണ് വേണ്ടത് അദ്ദേഹത്തോടാണ് നിങ്ങൾ ആദ്യം പറയേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ആരും ജോലിയില്ലാത്ത ആളുകളാവില്ല, അത് ശ്രദ്ധിക്കുക. അദ്ദേഹത്തെ നിങ്ങൾ അതിനുവേണ്ടി ബന്ധപ്പെടണം എന്ന് ഈ സമയത്ത് രക്ഷിതാക്കളോട് കൂടിയാണ് ഞാനിത് പറയുന്നത്. പിന്നെ ചിലപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടൻ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, നമ്മൾ ഐമൻ ഷിഹാദെ അദ്ദേഹം PhD ചെയ്തത് ഓക്സ്ഫോർഡിൽ നിന്നാണ്. ഓക്സ്ഫോർഡിൽ നിന്ന് PhD ചെയ്ത ഒരാൾ, അദ്ദേഹം ഇപ്പോൾ പിന്നെ അദ്ദേഹം എഡിൻബറ യൂണിവേഴ്സിറ്റിയിലാണ് പഠിപ്പിച്ചത്. ആദ്യം എസ്റ്ററിൽ തുടങ്ങി എഡിൻബറയിൽ പോയി, ഇപ്പോൾ വർഷങ്ങളായിട്ട് യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടൻ്റെ കീഴിലുള്ള സോയാസിൽ പഠിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ അത്ഭുതകരം എന്ന് പറയട്ടെ, അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിനെ നമുക്ക് കിട്ടി. ഞാൻ എപ്പോഴും പറയാറുള്ളത്, നമുക്ക് മാസ്റ്റേഴ്സിന് പോകുമ്പോൾ, നമുക്ക് PhDക്ക് പോകുമ്പോൾ നമുക്കൊക്കെ റെഫറൻസ് വേണം. അപ്പോൾ ഒരു റെഫറൻസിന് ഒരു കോളേജ് ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് നാളെ നിങ്ങൾ സർട്ടിഫിക്കറ്റ് ആരാണ് തന്നതെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ പേര് അറിയാത്ത, ഇവിടെ ഹാർവാർഡിലാണെങ്കിലും ഓക്സ്ഫോർഡിലാണെങ്കിലും ലോകത്തെ ഏത് യൂണിവേഴ്സിറ്റികൾ നിങ്ങൾ പറയുകയാണ് ഈ പ്രൊഫസറാണ് സർട്ടിഫിക്കറ്റ് തന്ന എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു ഹോണർ ആയിരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, നന്ദി, നമസ്കാരം.